بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ ഖസസ് 8, 9, 10 ഈ 3 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ അറിഞ്ഞിരിക്കേണ്ട പാരായണപരമായി ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഫൽതഖതഹു എന്ന് പറയുമ്പോൾ ഫൽതഖതഹു അതിൽ ഖാഫും ത്വാഉം മാത്രമാണ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ, ഇസ്തിഅലാഇന്റെ ഹർഫുകളാണ്. ബാക്കിയെല്ലാം എന്താണ്? ഇസ്തിഫാലിൻ്റെതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഖാഫിനും ത്വാഇനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഫൽതഖതഹു ഫൽതഖതഹു അവിടെ ഹൗദ്ദമീറിനെ ചേർത്ത് വായിക്കുമ്പോൾ ശേഷം ഹംസ വരുന്നു അടുത്ത പദത്തിന്റെ തുടക്കത്തിൽ എന്ന കാരണത്താൽ മദ്ദുസ്സിലത്തിൽ കുബ്ര ഉണ്ടാകുകയാണ്. മദ് മുൻഫസിലിന്റെ വിധി നൽകപ്പെടുന്ന മദ്ദുസ്സിലത്തിൽ കുബ്ര 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. അപ്പോൾ ഫൽതഖതഹു آل فرعون آل فرعون ആലു എന്നായിക്കൊണ്ട് ആലു എല്ലാം ഇസ്തിഫാലിൻ്റെതാണ്. തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കണം. അലിഫിനും തർക്കീഖ് നൽകണം. ആലു ഫിർഔൻ റാ സാക്കിനത്താണ്, തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റ ഉള്ളതുകൊണ്ട് തർക്കീഖ് നൽകുക എന്നതാണ് റാഇന്റെയും നിയമം. അപ്പോൾ ഫിർഔൻ നേർപ്പിച്ച് ഉച്ചരിക്കുക. ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസന. ലിയകൂന ലഹും എന്ന പദത്തിന്റെ അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അല്പം പോലും മണിച്ചു പോകരുത്. ലിയകൂന ലഹും അദുവൻ വഹസന. വാവ് പൂർണ്ണമായും 2 ചുണ്ടിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. 2 ചുണ്ടുകളാണ് വാവിന്റെ മഖ്റജ് എന്നറിയാം, നാം സൂചിപ്പിച്ചതാണല്ലോ. ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കും വാവ് ഉച്ചരിക്കുമ്പോൾ. അവിടെ തൻവീനിനെ ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന. എല്ലാ അക്ഷരങ്ങളും കൃത്യമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. إن فرعون وهامان وجنودهما. إن نون مشددة മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. إن فرعون ഈ പദം ആവർത്തിച്ചു വരികയാണ്. ഫിർഔൻ وهامان وجنودهما كانوا. എല്ലാ അക്ഷരങ്ങളും അതിന്റെ ദീർഘാക്ഷരമായ അലിഫും എല്ലാറ്റിനും തർക്കീഖാണ്, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. പ്രത്യേകിച്ച് ഹുക്മുകളൊന്നുമില്ല. എന്നാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തർക്കീഖ് ചെയ്യുക എന്നത്. കാനൂ ഖാതിഈൻ. ഈ പദത്തിലാകട്ടെ ഖാ അതിന്റെ ദീർഘാക്ഷരമായ അലിഫ്, ഇതിന് തഫ്ഖീം പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. അതേപോലെ ത്വാ ഖാതി എന്ന് പറയുമ്പോൾ തായിനും തഫ്ഖീമാണ്. എന്നാൽ കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ഖാതിഈൻ കാനൂ ഖാതിഈൻ. ആ വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാനൂ എന്ന് പറയുമ്പോൾ അലിഫും ഖാ എന്ന് പറയുമ്പോൾ അലിഫും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തേത് ഇസ്തിഫാലിന്റെ അക്ഷരത്തെ ദീർഘിപ്പിക്കുകയായതിനാൽ തർക്കീഖ് നേർപ്പിക്കുക. രണ്ടാമത്തേത് ഇസ്തിഅലാഇന്റെ തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരം ഖാഇനെ ദീർഘിപ്പിക്കുക. അതിനാൽ
അതിനും തഫ്ഖീം, അലിഫിനും തടുപ്പിച്ചുകൊണ്ട് ഖാതിഈൻ എന്ന് ഉച്ചരിക്കണം. വീണ്ടും വഖാലത് ഇംറഅതു ഫിർഔൻ. വഖാലത് ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക, തടുപ്പിക്കുക. അവിടെ വഖാലത് എന്ന സുക്കൂൻ കസ്റായി മാറിയത് ഇൽതിഖാ സാക്കിനൈന്റെ പരിഹാരമായിട്ടാണ്. രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് അതിനെ പരിഹരിക്കേണ്ടതായി വരുന്നത്. ഇവിടെ വഖാലത് ഇംറഅതു ഹംസത്തുൽ വസ്ൽ പോകുമ്പോൾ പിന്നെ ഉച്ചാരണത്തിൽ മീമാണ് ഉണ്ടാവുക, സാക്കിൻ താമീം. ഇപ്പൊ രണ്ട് സാക്കിന അക്ഷരങ്ങൾ ഖാലത് ഇംറഅതു, അതിനെ പരിഹരിക്കുവാൻ തായിന് കസ്റ കൊടുത്തുകൊണ്ട് ഖാലത് ഇംറഅതു എന്ന് ഉച്ചരിക്കേണ്ടതാണ്. ആ തായ് മഫ്തൂഹത്താണ് ഇംറഅതു എന്ന പദത്തിലുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ സൂചിപ്പിക്കാറുള്ളതാണ്. മഫ്തൂഹത്തായ തായിൽ വഖഫ് ചെയ്യുമ്പോൾ താ ആയിക്കൊണ്ടാണ് വഖഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരാൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ വഖാലത് ഇംറഅത് എന്ന് തായിലാണ് വഖഫ് ചെയ്യുക. സാധാരണ നമുക്കറിയാം ഇംറഅ എന്ന പദത്തിലെ തഅനീസിന്റെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന മർബൂത്തായ താ ആണ് സാധാരണയായിട്ട് എഴുതുക. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ അധിക താളുകളും ഷജറത്ത്, ഇംറഅത്ത് തുടങ്ങി പല താളുകളും ഇങ്ങനെ എന്താണ് മഫ്തൂഹത്തായി എഴുതിയതായി കാണാം. അവ മുദാഫായി വരുമ്പോൾ പ്രത്യേകിച്ചും ഇവിടെ മുദാഫാണ് എന്നതാണ് ഒരു പ്രത്യേകത. ഫിർഔനിലേക്ക് ചേർത്തി എഴുതപ്പെട്ട പദമായതുകൊണ്ട് മഫ്തൂഹത്തായിട്ട് എഴുതിയിരിക്കുന്നു. വഖാലത് ഇംറഅതു എന്നതിലെ സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. റാഇന് തഫ്ഖീം കൊടുക്കണം. വഖാലത് ഇംറഅതു ഫിർഔൻ ഖുർറതു, ഫിർഔൻ നേരത്തെ പറഞ്ഞ പദം തന്നെ, റാഇന് തർഖീഖ്. ഖുർറതു ഖാഫിന് തഫ്ഖീം, റാഇന് തഫ്ഖീം. റാഇൽ തക്രീർ വരുന്നത് സൂക്ഷിക്കണം. ഖുർ എന്നിങ്ങനെ വിറപ്പിക്കൽ വരരുത്, മറിച്ച് ഖുർറതു ഐനിൻ ലീ വലക്. ഇവിടെയും നേരത്തെ സൂചിപ്പിച്ച അതേ അവസ്ഥ തന്നെയാണ്. മുഅന്നസായ ഒരു പദമാണ് ഖുർറതു, പക്ഷേ തായ് മഫ്തൂഹത്തായിട്ടാണ് എഴുതിയിട്ടുള്ളത്, മുദാഫായി. ഖുർറതു ഐനിൻ ലീ വലക്. ഐനിൻ എന്ന തൻവീനിന് പൂർണ്ണമായും ശേഷമുള്ള ലാമിൽ ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കുന്നു. അപ്പോൾ ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഖുർറതു ഐനിൻ ലീ വലക് ലാ തഖ്തുലൂഹു. ലാ തഖ്തുലൂഹു ഖാഫിന് ഖൽഖല സുഗ്റ നൽകി അതോടൊപ്പം തഫ്ഖീമുൻ ചെയ്തുകൊണ്ടാണ് ഖാഫ് ഉച്ചരിക്കേണ്ടത്. ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക എന്നതാണ് ഖൽഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാ തഖ്തുലൂഹു അസാ അൻ യൻഫഅന. അസാ ഇതിലുള്ള അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻ യൻഫഅന, അൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. എന്നാൽ യൻഫഅന ഇതിലുള്ള സാക്കിനത്തായ നൂൻ ശേഷം ഫാ വന്നതുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക, മറച്ച് മണിച്ചുച്ചരിക്കുക. അപ്പോൾ അൻ യൻഫഅന ഔ, ഇതിൽ അൻ യൻഫഅന എന്നതിൽ അലിഫിനും മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം നൽകണം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞതെന്നർത്ഥം. ദീർഘാക്ഷരം ഒരു പദത്തിന്റെ അന്ത്യത്തിലും ഹംസ അടുത്ത പദത്തിന്റെ ആദ്യത്തിലും വരുമ്പോഴാണ് മുൻഫസിലായ ദീർഘമുണ്ടാവുക. ഔ നത്തഖിദഹു വലദ, ഔ നത്തഖിദഹു വലദ. ഖായിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ്. എന്നാൽ കുറഞ്ഞ തഫ്ഖീം നൽകി ഖാ ഉച്ചരിക്കുക.
أو نتخذه ولدا وهم لا يشعرون ولدا وهم അവിടെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. വഹും ലാ സാക്കിൻ താമീം ശേഷം ലാം ഇൽഹാർ ഷഫവി നൽകി മീമിനെ വെളിവാക്കണം, മണിക്കാതെ ഉച്ചരിക്കുക. വഹും ലാ യശ്ഉറൂൻ റാഇന് തഫ്ഖീം കൊടുക്കണം. യശ്ഉറൂ റൂ എന്ന തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം. وأصبح فؤاد സ്വാദിന് മാത്രമാണ് ഇവിടെ തഫ്ഖീം വരുന്നത്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ സ്വാദ് ഉച്ചരിക്കുക. ഫുആദു ഫുആദു എല്ലാ അക്ഷരങ്ങളും ശ്രദ്ധിക്കുക. തർക്കീഖാണ്. ഫുആദു ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഹംസ ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. ഇവിടെ ഫുആദു എന്നായി പോവരുത്, മറിച്ച് ഫുആദു ഉമ്മി മൂസ ഫാരിഗ. ഫുആദു ഉമ്മി മണിച്ചുകൊണ്ട് മീം മുഷദ്ദദ ഉച്ചരിക്കുക. ശബ്ദ നൽകപ്പെട്ട മീമിനെ മൂസ ഫാരിഗ ഫാരിഗ ഗൈനിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ചേർത്ത് ഒതുങ്ങുകയാണെങ്കിൽ ഫാരിഗൻ ഇന്ന എന്ന് ഫാരിഗൻ ഇൻ കാദത് എന്ന് ഇൽഹാർ ഹൽഖി നൽകേണ്ടതാണ്. വഖഫ് ചെയ്യുമ്പോൾ ഫാരിഗ എന്ന് 2 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം നൽകി നിർത്തുക. ഇൻ കാദത് സാക്കിന താനൂന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. കാദത് ലതുബ്ദി ബിഹി കാദത് താഇന് ഹംസും ഷിദ്ദത്തുമുണ്ട്. കാദത് ലതുബ്ദി ബിഹി ലതുബ്ദി ബാഇന് സുകൂൻ വന്നതിനാൽ ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. ലതുബ്ദി ബിഹി ലൗലാ അർറബത്ന ലൗലാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻ റബത്ന എന്ന 2 പദങ്ങൾ ഇതിൽ സാക്കിനത്തായ നൂനിനെ ശേഷമുള്ള റായിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് മണിക്കാതെ ഇദ്ഗാം ബിഗൈരി ഗുന്ന ചെയ്ത് റായിന് ശബ്ദം നൽകി ഉച്ചരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നൂനിന്റെ ശബ്ദം അല്പം പോലും ഉണ്ടാവില്ല. അപ്പോൾ അർറബത്ന എന്ന് ഉച്ചരിക്കണം. അൻ എന്നത് പോയി. അർറബത്ന റായിന് തഫ്ഖീം കൊടുക്കണം, തക്രീർ സൂക്ഷിക്കണം. അർറബത്ന ത്വാഇന് ഖൽഖല സുഗ്റ ശബ്ദം ചലിപ്പിച്ച് ത്വാഇന്റെ സുകൂൻ വ്യക്തമാക്കുക. ത്വാഇന് തഫ്ഖീമും കൊടുക്കണം. അർറബത്ന അലാ ഖൽബിഹ ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ലിതകൂന മിനൽ മുഅ്മിനീൻ അൽ മുഅ്മിനീൻ ഹംസ വ്യക്തമാക്കണം. മുഅ്മിനീൻ എന്ന അവ്യക്തമായി പോകരുത്, സൂക്ഷിക്കുക. എല്ലാ ഹർഫുകളും ക്ലിയറായി ഉച്ചരിക്കുക. തഫ്ഖീമിന്റെ ഹർഫുകൾക്ക് മാത്രം തഫ്ഖീം, അല്ലാത്തവർക്ക് തർഖീഖ്. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فالتقطه آل فرعون ليكون لهم عدوا وحزنا إن فرعون وهامان وجنودهما كانوا خاطئين. وقالت امرأة فرعون قرة عين لي ولك لا تقتلوه عسى أن ينفعنا أو نتخذه
يتخذه ولدا وهم لا يشعرون وأصبح فؤاد أم موسى فارغا إن كادت لتبدي به لولا أن ربطنا على قلبها لتكون من المؤمنين